ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് വെച്ചാൽ സുഹൃത്തെ കുറച്ചൊന്ന് മാറി നിന്ന് ഒതുങ്ങി നിന്ന് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ അവർ പോയിക്കോട്ടെ. അവിടെ ഒരു അങ്ങോട്ട് ലിഫ്റ്റിലേക്ക് കയറാൻ തടസ്സമുണ്ടെന്ന് പറയുന്ന, അല്ലാതെ ഇത് വിട്ട് പുറത്ത് പോകണം എന്ന് പറയുന്ന, ആട്ടി ഓടിക്കുന്ന പോലെ പുറത്തേക്ക് ഇറക്കുന്ന എന്തെങ്കിലും പുറത്ത് പോകണമെന്നല്ല നിങ്ങൾ അല്ലല്ല, അങ്ങനെയല്ലേ ഇതിനകത്തുണ്ട്. ഇവിടുന്ന് പുറത്തിറങ്ങി പോകണം, ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇത് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ലിഫ്റ്റിലേക്കുള്ള പ്രവേശനം, ലിഫ്റ്റിലേക്ക് സുഗമമായിട്ട് പോകണം. ഇനിയിപ്പം എന്താ പറയുന്നത്, മറ്റേ ആനയെ എഴുന്നള്ളിക്കുന്ന പോലെ പോകുന്ന ചില ആളുകളുണ്ട്. അവർക്കെന്ന് വെച്ചാൽ ആനയും അമ്പാരിയും പോലീസും ഒക്കെ എപ്പോഴും ഉണ്ടാകുന്നുള്ള ചിന്തയുള്ള ആളുകളുണ്ട്. അവർക്ക് വളരെ വിശാലമായിട്ട് പോകേണ്ടി വരും. അപ്പോൾ ഉടനെ അത്ര വിശാലമായ ഇത്ര സ്ഥലം വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിട്ടുകൊടുക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ഒരു ചുമതലയാണ്. അത് ഞങ്ങൾ ചോദിച്ചിരിക്കും. അത് ഞങ്ങളുടെ ജനങ്ങളുടെ അവകാശം കൂടിയാണ്, ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ്. അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നതിനകത്ത് യാതൊരു വിധ ന്യായീകരണമില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം പറഞ്ഞു മിനിസ്റ്റർ പറഞ്ഞു പുറത്തു പോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾ പറയുന്നത് ബസ്സിന് ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുന്നു. അതിനുശേഷം ഓരോരോ ന്യായങ്ങൾ പറയുകയാണ്. എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് ആളെ പുറത്തി ഈ മാധ്യമങ്ങളെ മുഴുവറക്കി പുറത്തു വിടുകയാണ്. അത് ശരിയല്ല സഹോദര. ഇതിനകത്ത് നിന്ന് മന്ത്രി എന്തെങ്കിലും പരാതി ബുദ്ധിമുട്ടുകൾ അറിയിച്ചോ? എന്താണ്ടായത്? അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളായിട്ട് അറിയിച്ചില്ല. പക്ഷേ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് വരുമ്പോഴത്തേന് ആർക്കാണെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? അതേവിടെ സംഭവിച്ചുള്ളൂ. പറഞ്ഞത് മന്ത്രി ബുദ്ധിമുട്ട് അറിയിച്ചു, മന്ത്രിയുടെ ഗവൺമെന്റ് ഇവിടെ എത്തി പറഞ്ഞു, അതിനുശേഷം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നിന്ന് പറഞ്ഞു ഇവിടെ നിന്ന് മാറണമെന്നാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അത് വളരെ കഷ്ടമുള്ള സംഭവമാണ്. സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞല്ലോ എന്ന് അതായത് നിർദ്ദേശം പറഞ്ഞു. നമുക്ക് ഒരു പബ്ലിക് സ്പേസ് ആണെങ്കിൽ അതിൻ്റെ അകത്തുള്ള കുറച്ച് ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടെ വേണ്ടി. അല്ലാതെ എല്ലായിടത്തും ഒരു കാര്യം നിങ്ങൾ പറഞ്ഞത് ഞാൻ ഓക്കെ. അതായത് ഈ പറഞ്ഞ ഫ്രീ മൂവ്മെന്റ് അലൗഡ് അല്ലേ? മന്ത്രിയോ ആരും ആട്ടെ, ഇപ്പം ഞാനും ആയിക്കോട്ടെ, അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് ഗതാഗത തടസ്സമുണ്ട് അല്ലെങ്കിൽ നടക്കുന്ന വഴിയിൽ തടസ്സം ഉണ്ടായെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാം സുഹൃത്തെ അത് ശരിയല്ല, അവിടെ ഒന്നും വഴി ആ തടസ്സം മാത്രമല്ല മന്ത്രി മാത്രമല്ല മറ്റ് ഗസ്റ്റുകളും ഉണ്ട്. അങ്ങനെ ഗസ്റ്റ് ആണ്, ആ ഗസ്റ്റുകൾക്ക് ഇവിടെ വന്ന് റിസപ്ഷനിൽ കോൺടാക്ട് ചെയ്യാനുള്ള സെക്രട്ടേറിയറ്റിൽ നിന്ന് അത് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. സെക്രട്ടേറിയറ്റിൽ നിന്ന് ആര് പറഞ്ഞു? സെക്രട്ടേറിയറ്റിൽ ഈ രാജ്യം ഇത് ഉത്തർപ്രദേശ് ഒന്നും അല്ല, ഇത് കേരളമാണ്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റാണ് ഭരിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ നടക്കാനും നടവഴിക്കൊക്കെ പണ്ട് പല ആളുകളും ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന പല ആളുകൾക്കും മറ്റേ അമ്പലത്തിൽ കയറാനും നടക്കാനും മറ്റേ തൊട്ടുകൂടായ്മയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് മാറ്റിക്കൊടുത്ത ആളുകളാണ് ഭരിക്കുന്നത്. ആദ്യം അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് ഭരിക്കുന്നത്. അതിന്റെ കീഴിലാണ് ഈ ഗസ്റ്റ് ഹൗസ്. അപ്പൊ ഇവിടെ തൊട്ടുകൂടായ്മയും തീറ്റിക്കൂടായ്മയും നടപ്പുകൂടായ്മയൊന്നും ഇല്ല. സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത്. ഇത് ഏത് ആർക്കാണ് അതല്ല, നമുക്ക് നമ്മുടെ ഈ സ്പേസ് ഇല്ലാത്തുള്ള മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവം വരുന്നതാ. ആ ബൈറ്റ് എടുക്കാൻ വരുമ്പോൾ ആ ബൈറ്റ് എടുക്കുന്ന ആൾക്കാരും അതല്ലെങ്കിൽ അവരും അതിന് തയ്യാറായിരിക്കും. അങ്ങനെയാണ് നിങ്ങൾ കമ്മീഷനൊക്കെ എടുത്തിട്ടാക്കാനും വരിക. അദ്ദേഹത്തിന് പ്രതികരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കും. തീരുമാനം ജീവനക്കാർ മാധ്യമപ്രവർത്തകരോട് പുറത്തു പോകാൻ പറഞ്ഞത് ആരുടെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിലാണോ, ആരുടെ നിർദ്ദേശമാണ്? ഇത്ര ആൾക്കാർ ഒരുമിച്ച് കൂടി കഴിയുമ്പോഴത്തേനും നമുക്കും കൺസേൺ ആവില്ലേ? പ്രത്യേകമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നും പക്ഷേ ഇത്രയും സംസാരിച്ചിട്ടില്ല. ഇന്ന് എന്ത് പ്രത്യേക സാഹചര്യം ഇനി ഇതുണ്ടല്ലോ, ഞങ്ങൾക്ക് അതിയായ പ്രതിഷേധമുണ്ട്. ഈ മാധ്യമങ്ങളുടെ മുഴുവൻ പ്രതിഷേധം താങ്കൾ മാനേജറാണെന്ന് ഞാൻ വിചാരിക്കുന്നു, താങ്കളെ അറിയിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഗവൺമെന്റിന്റെ, ഇത് കേരള ഗവൺമെന്റിന്റെ നയമല്ലാന്ന് ഞാൻ തീർത്ത് വിശ്വസിക്കുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ അതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരാളാണെന്ന് കൂടി. അപ്പോൾ ഇത് സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമായിട്ട് മാധ്യമങ്ങളെ പുറത്താക്കുകയും ഇതും ചെയ്തതിനകത്ത് ഞങ്ങളുടെ കേരള പത്രപ്രവർത്തക യൂണിയനും ഈ മാധ്യമ പ്രവർത്തകർക്ക് മുഴുവനുള്ള പ്രതിഷേധം അറിയിക്കുകയാണ്. ഇത്തരത്തിലാണ് ഉണ്ടാകുന്നതെങ്കിൽ ഞങ്ങൾ ഇതിന്റെ വാതിക്കൽ കുത്തിയിരിക്കേണ്ട അവസ്ഥ ഉണ്ടാകും. അത് നിങ്ങൾ ഇനി ഉണ്ടാക്കരുത് എന്ന് മാത്രം പറയുന്നു. നിങ്ങൾ സാമാന്യ മര്യാദക്കും ഇന്ത്യൻ ഭരണഘടനയ്ക്കും അനുസരിച്ച് ഇത് കേരളമാണ് എന്ന് മാത്രം നിങ്ങളോട് പറയുന്നു. ഞങ്ങൾ ഇത് മാത്രമേ പറയുള്ളൂ. ഈ വരുന്ന ഗസ്റ്റിന്റെ അടുത്ത് പെർമിഷൻ എടുത്തിട്ട് വരുവാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ.